ഹലോ, ഇന്നൊരു ഡേ ഔട്ട് വീഡിയോ ആണ്. ഡേ ഔട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ 2 എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. സോ ഒരെണ്ണം സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞ ബൊട്ടീക്ക് കണ്ടക്ട് ചെയ്തിട്ടുള്ള അപ്പാരൽ എക്സിബിഷനാണ്. അത് നമ്മുടെ ഓൺ ബിൽഡിങ്ങിൽ തന്നെയാണ് ഉള്ളത്. അപ്പം പോകുന്ന വഴിക്ക് അത് വിസിറ്റ് ചെയ്തിട്ട് അവരുടെ കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല കളക്ഷൻസ് ആയിരുന്നു എല്ലാം. അപ്ഡേറ്റഡ് കുർത്താസ് ഉണ്ട്, ഫ്രോക്സ് ഉണ്ട്, ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി സാരീസ് ഉണ്ടായിരുന്നില്ല. സാരീസ് ആയിരുന്നു നമ്മുടെ മെയിൻ ടാർഗറ്റ് ആക്ച്വലി. സോ ഞങ്ങൾ അവിടെ പോയി അതെല്ലാം വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞ പ്ലേസിലായിരുന്നു അടുത്ത എക്സിബിഷൻ നടക്കുന്നത്. ഓണം 2024 എന്ന് പറഞ്ഞ പേരിലായിരുന്നു എക്സിബിഷൻ. പോകുന്ന വഴിക്ക് നമ്മൾ അഞ്ജു ചേച്ചിയെ കണ്ടായിരുന്നു. അങ്ങനെ അഞ്ജു കുര്യൻ ചേച്ചിയോട് ജസ്റ്റ് ഹായ് ബൈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ എക്സിബിഷൻ സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. ഇതൊരു 2 days എക്സിബിഷൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. നല്ല കളക്ഷൻസ് ആയിരുന്നു എല്ലാം. പിന്നെ സ്പൈസസ് വെച്ചിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ എക്സിബിഷൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓർണമെൻറ്റ്സിൻ്റെ കുറേ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇതായിരുന്നു മെയിൻ അട്രാക്ഷൻ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ എക്സിബിഷൻസൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി അപ്പോൾ നെക്സ്റ്റ് എങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അമ്മയും ഡിജയും കൂടെ അവിടെ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാൻവിയും ഐഷുവും കൂടെ റീലെടുത്ത് കളിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ ചാത്തിയാത്ത് വാക്ക്വേയിലാണ് പോയത്. അങ്ങനെ മക്കൾ രണ്ടുപേരും ഇവിടെ കുറച്ച് സമയം കളിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കായൽ നോക്കി കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായ കുടിച്ചു, സ്നാക്സൊക്കെ കഴിച്ചു. ദെൻ നേരെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. ഡിജയ്ക്കും പീലിക്കും താഴെ കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കളിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.